തുരുമ്പ് സുമേഷായി ചക്കപ്പഴം സീരിയലിലൂടെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട അഭിനേതാവായി മാറിയ നടനാണ് റാഫി. സോഷ്യൽ മീഡിയ റീലുകളും യൂട്യൂബ് വീഡിയോകളുമാണ് ചക്കപ്പഴത്തിലേക്ക് റാഫിയെ എത്തിച്ചത്. ചക്കപ്പഴത്തിൻ്റെ ഭാഗമായ ശേഷം നിരവധി സിനിമ, സീരിയൽ അവസരങ്ങൾ റാഫിക്ക് ലഭിച്ചിരുന്നു. റാഫി എന്ന പേരിനേക്കാൾ പ്രേക്ഷകർക്ക് കൂടുതൽ സുപരിചിതം സുമേഷ് എന്ന പേരാണ്. ചക്കപ്പഴത്തിലൂടെ മികച്ച ഹാസ്യനടനുള്ള പുരസ്കാരം റാഫിക്ക് ലഭിച്ചിരുന്നു. പ്രേക്ഷകർക്ക് സുപരിചിതയാണ് റാഫിയുടെ ഭാര്യ മഹീനയും. ഇരുവരും ഒരുമിച്ചുള്ള റീൽ വീഡിയോകളും വ്ളോഗുകളുമെല്ലാം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഇരുവരും 1.5 വർഷത്തോളം പ്രണയിച്ച ശേഷം 2 വർഷം മുമ്പാണ് വിവാഹിതരായത്. ബ്യൂട്ടീഷ്യൻ കോഴ്സ് അടക്കം പൂർത്തിയാക്കിയിട്ടുള്ള മഹീന ഇപ്പോൾ ദുബായിൽ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഒപ്പം മോഡലിങ്ങും ഇൻഫ്ലുവൻസർ ലൈഫും എല്ലാം മഹീന ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോഴത്തെ മഹീന യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച പുതിയ വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. പലപ്പോഴായി പ്രേക്ഷകരിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു പുതിയ വീഡിയോയിലൂടെ മഹീന. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ന തലക്കെട്ട് നൽകിയാണ് വീഡിയോ മഹീന പങ്കുവച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഹീന നാട്ടിലുണ്ട്. ലീവിന് വന്നതാണെന്നും കുറച്ചുനാൾ നാട്ടിലുണ്ടാകുമെന്നും പറഞ്ഞാണ് മഹീന വീഡിയോ ആരംഭിച്ചത്. സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണെങ്കിലും റാഫിക്കൊപ്പമുള്ള ചിത്രങ്ങളോ വിശേഷങ്ങളോ ഒന്നും മഹീന പങ്കുവെക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇരുവരും വേർപിരിഞ്ഞുവോ എന്ന സംശയം ആരാധകർക്കുണ്ട്. സോഷ്യൽ മീഡിയയിൽ പേരും മാറ്റിയിരുന്നു മഹീന. Q&Aയിലും വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചുവെങ്കിലും സ്വകാര്യതയിലേക്ക് കടന്നുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ മഹീന തയ്യാറായില്ല. പേഴ്സണൽ ചോദ്യങ്ങൾ ചോദിച്ചാലും താൻ ഉത്തരം പറയില്ലെന്ന് മഹീന മുൻകൂട്ടി പറയുകയും ചെയ്തിരുന്നു. ദുബായിലെ ജീവിതം അവസാനിപ്പിച്ചു എന്ന ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ടാണ് മഹീന സംസാരിച്ചു തുടങ്ങുന്നത്. ഞാൻ ദുബായ് വിട്ടിട്ടില്ല. എനിക്കിപ്പോൾ വെക്കേഷനാണ്. വൈകാതെ തിരിച്ചു പോകും. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണെന്നും മഹീന പറഞ്ഞു. സ്വപ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ ജോലി ചെയ്യാൻ വളരെയധികം താല്പര്യമുള്ള ആളാണ് താനെന്നും അതിനുള്ള ആരോഗ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്നും മഹീന പറഞ്ഞു. പിന്നീടാണ് ജീവിതത്തിൽ തനിക്കുണ്ടായ അനുഭവങ്ങളും കുടുംബജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുമെല്ലാം മഹീന പങ്കുവച്ചത്. സന്തോഷവുമുണ്ട്, ദുഃഖവുമുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഞാൻ സന്തോഷത്തിലാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ജീവിതത്തിൽ പഠിക്കാനും പഠിപ്പിച്ചു തരും. ക്ഷമ എന്താണ്, എങ്ങനെ ഒരു കാര്യത്തെ മാനേജ് ചെയ്യണമെന്നൊക്കെ ഞാൻ പഠിച്ചു. വിശ്വസിക്കാൻ പറ്റാത്ത കുറേ ആളുകളുണ്ട്. കുറേ ആളുകളെ വിശ്വസിക്കരുതെന്നൊക്കെ ഞാൻ പഠിച്ചു. നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാകണം എന്നില്ല. നമ്മുടെ ഒപ്പം ഇരുന്ന് നല്ലത് പറഞ്ഞിട്ട് അപ്പുറത്ത് ചെന്നിട്ട് വളരെ മോശം പറയുന്ന ആളുകളുണ്ടെന്നും ഞാൻ പഠിച്ചു. നമ്മുടെ മുമ്പിൽ അവർ നിൽക്കുന്നത് കണ്ടാൽ നമ്മളോട് ഇഷ്ടമാണെന്ന് കരുതും. പക്ഷെ അവർ നമ്മളെക്കുറിച്ച് മോശമാകും പറയുന്നതെന്ന് അറിയാൻ നമ്മൾ വൈകും. നല്ല വ്യക്തി മോശം വ്യക്തി എന്നല്ല, അവർക്കിഷ്ടമുള്ള കാര്യങ്ങളാകും ചെയ്യുന്നത്. ചില ആളുകൾ നമ്മളോട് പുറമേ നല്ല പിള്ള ചമയും, എന്നാൽ അവരുടെ ഉള്ളിൽ മോശം ചിന്തകളാകും. അങ്ങനെയുള്ളവരെ തൻ്റെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്താനാണ് എനിക്ക് ഇഷ്ടമെന്നാണ് മഹീന പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. അതുതന്നെയാണ് എൻ്റെ സൗന്ദര്യത്തിൻ്റെ കാരണവും. സമാധാനമുണ്ടെങ്കിൽ ജീവിതം നല്ല ഹാപ്പി ആയിരിക്കും. സമാധാനമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമെന്നും മഹീന പറഞ്ഞു. പ്രണയവിവാഹത്തെക്കുറിച്ചുള്ള തൻ്റെ അഭിപ്രായവും മഹീന പങ്കുവച്ചു. ലവ് മാരേജ് മോശമാണോ നല്ലതാണെന്നോ പറയാനാകില്ല. കാരണം നമുക്ക് കിട്ടുന്ന വ്യക്തിയെപ്പോലെ ഇരിക്കും ജീവിതം. നമ്മുടെ ജീവിതം എന്ത് എന്ന് പ്രഡിക്റ്റ് ചെയ്യാനാകില്ല. എൻ്റെ കാര്യം അങ്ങനെയാണ്. അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വാക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അഡ്ജസ്റ്റ് ചെയ്യുന്ന വ്യക്തിയല്ല ഞാൻ. നമ്മൾക്ക് കിട്ടുന്ന പങ്കാളി എങ്ങനെയിരിക്കുമെന്ന പോലെ ഇരിക്കും നമ്മുടെ ജീവിതം. കാരണം ജീവിതം പ്രവചനാതീതമാണ്. ഡിവോഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ജീവിതത്തെക്കുറിച്ച് എനിക്ക് പറയാൻ താല്പര്യമില്ല. ആ കാര്യങ്ങൾ ഞാൻ പറയേണ്ട സമയത്ത് പറയാം. ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഇങ്ങനെ തന്നെ പോകട്ടെ എന്നാണ്. എപ്പോഴും ഹാപ്പി ആയിരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മഹീന പറയുന്നു. പേര് മാറ്റാനുള്ള കാരണവും അടുത്തിടെ ആളുകളുടെ ചോദ്യങ്ങൾ പെരുകിയപ്പോൾ മഹീന വെളിപ്പെടുത്തിയിരുന്നു. റാഫിക്കയെ പരിചയപ്പെടും മുമ്പ് വരെ മഹീന മുന്ന എന്നായിരുന്നു എൻ്റെ പേര്. ഇക്കയെ പരിചയപ്പെട്ട് വീട്ടിലിറങ്ങിയ ശേഷമാണ് റാഫിക്കയുടെ പേര് കൂടെ വെച്ചത്. എന്നാൽ ഇപ്പോൾ പേര് മാറിയതോടെ ആളുകൾ ഡിവോഴ്സായി എന്ന തരത്തിലാക്കിയത്. പേരെന്തിടണം ഇടണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഡിവോഴ്സ് ആയാലും ബ്രേക്ക് ആയാലും ആളുകളുടെ പേരുകൾ മാറ്റുന്നുണ്ട്. അതാകാം പല ആളുകളും അങ്ങനെ ചിന്തിക്കുന്നത്. ഞാൻ ഈ സ്റ്റോറി റിപ്ലൈ കൊടുക്കും മുമ്പ് തന്നെ ആളുകൾ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾ വേർപിരിഞ്ഞതെന്ന്. ആളുകൾ ചോദിക്കുന്നത് എന്താണെന്ന് മാത്രം അറിയില്ല. ഞാനൊരു രാത്രിയിൽ ഇരുന്നെടുത്ത തീരുമാനമാണ് പേര് മാറ്റാമെന്നത്. അതെൻ്റെ ഇഷ്ടമാണ്. മഹീന മുന്ന എന്നത് മഹീന റാഫി എന്നാക്കിയപ്പോൾ ആരും ചോദിച്ചില്ല. അഹങ്കാരം കൊണ്ടൊന്നും മാറ്റിയതല്ല. അതെൻ്റെ ഇഷ്ടമാണ്. കമൻറ്റ് ബോക്സ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഡിവോഴ്സ് ആകാനുള്ള കാരണം എന്താണെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ അതിശയമാണ്. ഒരു ജീവിതമാകുമ്പോൾ വഴക്കൊക്കെ ഉണ്ടാകും. അത് സർവ്വസാധാരണമാണ്. എപ്പോഴും നന്മമരമായിരിക്കാൻ ആരെക്കൊണ്ടുമാകില്ല. ഞങ്ങളും വഴക്കിടാറുണ്ട്. എന്നേക്കുമായി പിരിഞ്ഞു പോവുകയല്ല. ഞങ്ങൾ തമ്മിൽ എവിടെയും പിരിഞ്ഞു പോയിട്ടില്ല. ഞങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. വഴക്കിടാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അത്ര വലിയ കാര്യമല്ല. നമ്മുടെ ഉള്ളിലെ ഇമോഷൻസ് പുറത്തു വന്നിട്ടാണ് പലതും വഴക്കാകുന്നതെന്നാണ്
മഹീന പറഞ്ഞത്. മഹീന പലപ്പോഴായി റാഫിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിച്ചുവെങ്കിലും റാഫി ഒരിക്കൽ പോലും കുടുംബജീവിതത്തെക്കുറിച്ചും ഭാര്യയുമായി പ്രശ്നങ്ങളുണ്ടോ എന്ന വിഷയത്തിലൊന്നും എവിടെയും സംസാരിച്ചിട്ടില്ല. മഹീനയുടെ പുതിയ വീഡിയോ വൈറലായതോടെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നാണ് മനസ്സിലാകുന്നതെന്നാണ് ആരാധകർ പറയുന്നത്. മഹീന സ്വന്തം വീട്ടിലാണ് അവധിക്കെത്തിയ ശേഷം താമസിക്കുന്നതെന്നതും ആരാധകരിൽ സംശയങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്.